ക്യാബിനറ്റ് കേന്ദ്രത്തിൽ പോകുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല ജയരാജൻ. വേണ്ടാതെ പറഞ്ഞു വേണ്ടാത്ത കാര്യത്തിൽ കയറി ഇടപെടണ്ട. അപ്പോ നിങ്ങൾക്ക് ശബരിമലയോട് നമുക്ക് പറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം ഭക്തനായിട്ടാണോ ഭക്തനായിട്ടല്ലയോ? വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഭക്തനാവോ ഭക്തനാകുന്നില്ലയോ എന്നൊന്നും ഇവിടെ പ്രസക്തമല്ല. നമുക്കിവിടെ പ്രസക്തമായിട്ടുള്ള എന്താണ്? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, ശബരിമലയിൽ വികസനം നടപ്പിലാക്കുക. ഭയങ്കരൻ ബുദ്ധി തന്നെ. പല സ്ഥലങ്ങളിൽ ജനങ്ങൾ പോകാറുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാറുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോകാറുണ്ട്. നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, ഇത്തരം അരിങ്കൊലകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കാണാൻ പോകാറുണ്ട്. ചിലപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനകത്ത് താല്പര്യമുള്ള ആളുകളും പോകാറുണ്ട്. താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബരിമലയിൽ വരുന്നവർ അയ്യപ്പ ഭക്തരല്ല, വിശ്വാസികളല്ല എന്നുള്ള കാര്യമാണോ താങ്കൾ പറയുന്നത്? അതാണ് CPM-ന്റെ നറേറ്റീവ് ആണെന്ന് പറയുന്നത്. അങ്ങനെയല്ല, എന്റെ പ്രവർത്തന പാരമ്പര്യം നിനക്കറിയില്ലേ? ഇപ്പം ഈ പറഞ്ഞ കണക്കുള്ള 40 ദിവസം വ്രതം എടുത്ത് 41 ദിവസം വ്രതം എടുത്ത് തന്നെയാണ് ഞാൻ ശബരിമലയിൽ പോയിട്ടുള്ളത്. ഞാനൊരു വിശ്വാസി ആയതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്. പക്ഷേ 2 ദിവസം വ്രതം എടുത്ത് പോകുന്നവരുണ്ട്, 1 ദിവസം പോലും മാലയിടാതെ പോകുന്നവരുണ്ട്, ഇരുമുടി കെട്ടിടാതെ കയറാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നവരുണ്ട്. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? പലതരത്തിലുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ കച്ചവടം നടത്തുന്ന ആളുകളില്ലേ? പല ആളുകൾ അവിടെ വരുന്നില്ലേ? അവരൊന്നും വരുന്നില്ല എന്ന് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? എല്ലാ ശബരിമല കയറുന്നവരെല്ലാം വിശ്വാസികളാണോ? അല്ല, പലതരത്തിലുള്ള ആളുകൾ അവിടെ വരാറുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ശബരി റെയിൽപാത ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടുന്ന് ഒഴുകി വരികയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകത്തിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് സുഗമമായി ഇവിടെ വന്ന് പോകാമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ അവിടെ വരികയും നമ്മളുടെ മതേതര സങ്കല്പം ഉയർത്തി കാണിക്കുകയും അയ്യപ്പന്റെ മഹത്വം എല്ലാവരും അറിയുന്നത് ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റ്? ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടനല്ല ഞാൻ. അതൊക്കെ അങ്ങേർക്കും അറിയാം, എന്തെങ്കിലും പറയണ്ടേ? ശബരിമല എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു കാനന ക്ഷേത്രമാണ് എന്ന സങ്കല്പം അവസാനിക്കുന്നിടത്താണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നും മറ്റു പല പല സങ്കല്പങ്ങളിലേക്കും എടുത്തുകൊണ്ടു പോകുന്നു. ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇത് സർക്കാരിന് പണമുണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമല്ല സർ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പമ്പയ്ക്ക് താഴെ കൊണ്ടുവന്ന് ക്യാബറയോ വല്ല എന്താ പറയുന്നത് നമ്മുടെ സണ്ണി ലിയോണിനെ കൊണ്ടുവന്ന് പമ്പയിൽ കുളിപ്പിച്ച് കാശുണ്ടാക്കും. പമ്പയ്ക്ക് താഴെ കൊണ്ടുവന്ന് ക്യാബറയോ വല്ല എന്താ പറയുന്നത് നമ്മുടെ സണ്ണി ലിയോണിനെ കൊണ്ടുവന്ന് പമ്പയിൽ കുളിപ്പിച്ച് കാശുണ്ടാക്കും. അതാണ് നല്ലത്. കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? ഇത് അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല. ഇത് കാനന ക്ഷേത്രമാണ്. അവിടേക്ക് വരുന്ന ഭക്തജനങ്ങൾ കാനന ക്ഷേത്രത്തിന്റെ വിശുദ്ധി ആസ്വദിക്കാനും കാനന ക്ഷേത്രത്തിന്റെ പവിത്രത ആസ്വദിക്കാനും വരുന്നവരാണ്. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? അവിടെ നിങ്ങൾ എന്താണ് ഈ വികസനം എന്ന് പറയുന്നത്? എന്താണ് ഞാൻ ചോദിക്കുന്നത്? അവിടെ കെട്ടിടം പണിയുന്നതാണോ നിങ്ങളുടെ വികസനം? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചിലെ കാര്യം നടക്കും. അതുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ 60-75 വർഷമായല്ലോ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്നത്. അതാണ്. അല്ലല്ല, ഈ നിലയ്ക്ക് പോയാ ഞാൻ കൈവയ്ക്കും. എന്റെ ഈശ്വര ജയരാജെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആദ്യം നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലും എറണാകുളം നഗരസഭയിലും ഒന്ന് നടപ്പാക്കി കാണിക്ക്, എന്നിട്ട് മല കയറും. ആദ്യം സ്വന്തം നാട്ടിൽ ഇവിടെ ഈ താഴെ സാധാരണ കോടിക്കണക്കിന് മനുഷ്യർ ദിവസവും വ്യവഹരിക്കുന്ന സ്ഥലത്ത് നടപ്പാക്കി കാണിക്ക്, എന്നിട്ട് നിങ്ങൾ അയ്യപ്പന്റെ അവിടേക്ക് കൊണ്ടുണ്ടാക്കാൻ വാ. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അവിടെയല്ല. സ്വന്തമായിട്ട് പോഴുന്നതിന് ഒരു ഉളുപ്പില്ലേ? സാധാരണ നമ്മൾ പറയുന്നത് അയ്യപ്പനെ പറ്റി പറയുന്നതാണ് അന്നദാന പ്രഭുവാണ്. ശബരിമലയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെങ്കിലും സൗജന്യ ഭക്ഷണം നിങ്ങൾക്ക് അവിടെ ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡിന് പണമുണ്ടാക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശബരിമലയോടും അതിലൂടെ ഭക്തരോടും ഇത്ര അചഞ്ചലമായ ദൃഢമായ മമതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? KSRTCക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ് പിൻവലിക്കണം. തന്റെ ഇടമുണ്ടോ ജയരാജ് ആവശ്യപ്പെടാൻ? താങ്കൾ ശബരിമല ഭക്തനാണെന്ന് ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ. അതെ, അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞതല്ലേ? ആണ്. എന്നാൽ ആവേശം ഒട്ടും കളയണ്ട. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ താങ്കൾക്ക് തന്റെ ഇടമുണ്ടോ? ശബരിമലയിൽ ഭക്തര് പോകുന്നത് സെസ് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? വാട്ട് ഈസ് ദി പ്രോബ്ലം? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, പറ്റും. അപ്പൊ നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ വിധേയത്വം ഞങ്ങൾ ഭക്തരോടൊപ്പമുള്ളതാണ് എന്ന വാഗ്ദാനത്തിന്റെ പൊള്ളത്തരം
ഇങ്ങനെയാണ് ജനം മനസ്സിലാക്കുന്നത്. മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല, വേണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. നിങ്ങൾക്ക് അതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? KSRTC ശബരിമലയ്ക്ക് വേണ്ടി ഈടാക്കുന്ന സെസ് ഒഴിവാക്കി തരണം. അതൊക്കെ ഇനി കണ്ടറിയണം. അവിടെ വരുന്ന ഭക്തർക്ക് സൗജന്യമായി ആരോഗ്യ സേവനം നൽകണം. എന്തിന്? സൗജന്യമായി ഒരു കുടിവെള്ളം കൊടുക്കാൻ, ഒരു വൃത്തിയുള്ള വിരി വെക്കാൻ, വൃത്തിയുള്ള ഇടത്ത്. കഴുതയും പന്നിയും പട്ടിയും കയറി കിടക്കുന്ന സ്ഥലത്ത് മനുഷ്യ വിസർജ്യത്തിലാണ് സുഹൃത്തെ അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ വിരിവെക്കുന്നത്. അതിനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിട്ട് പോരെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും സുസ്ഥിര വികസനവും കൊണ്ട് മല കയറുന്നത്? നമ്മൾ ഈ നാണം കേട്ടല്ലോ. ആദ്യം അടിസ്ഥാനപരമായ ഒരു കാര്യം ഒരുക്കും, പിന്നെ നമുക്കവിടെ എയർപോർട്ട് പണിയാം, പിന്നെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ പണിയാം, പിന്നെ നിങ്ങൾ അവിടെ ഹെലിപ്പാഡ് പണിതോളൂ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഹിറ്റ്ലറിന്റെ ശവശരീരം സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ആ മ്യൂസിയം പോലോ അവിടുത്തെ കൊളോസിയം പോലെയോ അല്ലെങ്കിൽ ഫ്രാൻസിലെ മറ്റ് കാബറെ കേന്ദ്രങ്ങളെ പോലെയൊക്കെ നിങ്ങൾക്ക് ആളുകളെ ആകർഷിക്കാനുള്ള സ്ഥലമായി ദയവ് ചെയ്ത് ശബരിമലയെ കാണരുത്. നമ്മുടെയൊക്കെ മൂക്കിന്റെ താഴെ പോക്കിട്ട് കാണിക്കുന്നുണ്ടല്ലേ? ഇവനൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ശബരിമലയ്ക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. ശബരിമലയുടെ സാങ്ക്ടിറ്റിയുടെ അടിസ്ഥാനം എന്നുള്ളത് അവിടുത്തെ വിശ്വാസമാണ്. ആദ്യം നിങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കൂ. അതിനാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വിശ്വാസികളുടെ എന്തൊരു ശല്യം പണ്ടാറടങ്ങാനായത്. മിസ്കോട്ട് ചെയ്യരുത്, വളച്ചൊടിക്കരുത്. ഞാനെന്താ മിസ്കോട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കരുത്. ക്യാമറ ക്യാമറ കാണാൻ അത്ര താല്പര്യമാണെങ്കിൽ അവിടെ പോയിരുന്ന കണ്ടാ മതി. ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. നീ കണ്ടോ? അത് പിന്നെ എനിക്കറിഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞത് എന്റെ നാക്കിൽ താങ്കൾക്ക് പോകാൻ താല്പര്യം ഈ ചർച്ചയെ പറയണ്ട. നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ? അല്ലല്ലല്ല സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ? ക്യാമറ കേന്ദ്രത്തിൽ പോകുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല ജയരാജൻ. വേണ്ടാതെ കേട്ടോ, വേണ്ടാത്ത കാര്യത്തിൽ കയറി ഇടപെടണ്ട. അപ്പോ നിങ്ങൾക്ക് ശബരിമലയോട് ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ധാർമ്മിക സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം, കുറച്ചുകൂടെ മര്യാദ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നിങ്ങൾക്ക് ശബരിമലയോട് ധാർമ്മിക ബാധ്യത ഉണ്ട് എങ്കിൽ അയ്യപ്പന്മാർക്ക് അടിസ്ഥാനപരമായ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവിടുത്തെ ഹോട്ടലുകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ശബരിമലയിൽ വരുന്ന ഭക്തന്മാർക്ക് സൗജന്യമായി അന്നദാനം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ശബരിമല എന്നുള്ളത് യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിന്റെയും ക്രിസ്തീയ സംഘടനകളുടെയും അനുമതി വേണമെന്ന തരത്തിൽ കൊടുത്ത സത്യവാങ്മൂലത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വെറുതെ പല്ല് കടിച്ചു പൊട്ടിക്കണ്ട. ശബരിമലയിൽ സ്ത്രീ പ്രവേശം കഴിയതോടുകൂടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചു എന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ ദുഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അങ്ങനെ ആ കമ്മിറ്റിയും തീർന്നു. ഇങ്ങനെ പോയാ മുതലാളി ഈ നാട് വിടേണ്ടി വരും. മുതലാളി ഒരാളെന്ന് പറയുമ്പോഴേ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു പരിഹാസം.